പേടിപ്പിക്കുകയാണ് ഞങ്ങളുടെ കുടുംബത്തെ. ജെനി പറഞ്ഞതല്ലേ അയാൾ മമ്മിയെ ആരുടെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താറുണ്ടെന്ന്. ഒരു ബ്രൗൺ കാർ അടിച്ചത് ആക്സിഡന്റ്. ആരാണെന്ന് പറയാൻ തെളിവൊന്നുമില്ല. ആരാണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ജോർജ് പീറ്റർ. ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കോമാളി വേഷം കെട്ടി നാട് കാക്കാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? മോൻ പോയി അയാളുടെ കാല് പിടിച്ചിട്ട് പറ വെറുതെ വിടണം. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നെഞ്ചത്ത് എഴുതി വെച്ചിരിക്കുന്ന അപ്പൻ്റെ പേരിനൊരു ഉറപ്പ് വേണം. എന്തൊക്കെ പറയുന്നോടാ? വയ്യാണ്ടായില്ലേ? പോലീസ് വണ്ടി പോയാ മതി. പെയിൻ കില്ലർ വാങ്ങിച്ചു കഴിച്ചോ. ഇതിലും ഡോസിൽ ഞാൻ എഴുതുന്നുണ്ട്. സാറിനുള്ള വണ്ടിയും മരുന്ന് ഞാൻ കൊണ്ടുവന്നുണ്ട്. വൈദ്യർക്ക് മരുന്ന് എഴുതാനുള്ള മൂപ്പ് നിനക്കായിട്ടില്ല. ഇതിന് ഡോസ് ഇത്തിരി കൂടുതലാണ്. ഇവന്റെ ആരെങ്കിലും ചത്തോ? പരിചയമില്ലാത്തവരെ സ്ഥിരം തുമ്മലാണല്ലോ. അവരൊരു 5-6 പേരുണ്ടായിരുന്നു. 1-2 പേരായിരുന്നെങ്കിൽ ഞാനൊരു കൈ നോക്കിയാനെ. അവരെന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, ഒന്നും പറയാതെയായിരുന്നു അടി. പക്ഷെ ഞാൻ നല്ല തെറി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആ മറ്റവനില്ലേ, ഡോക്ടർ മൈക്കിള്, അവനാ ഇത് ചെയ്തത്. അവനോ? എന്നിട്ട് നിങ്ങളെന്താ അവന്റെ പേര് റിപ്പോർട്ട് ചെയ്യാത്തത്?
കാഞ്ഞ വിത്താവൻ. ജോർജിനെയും പാട്രിക്കിനെയും അവരുടെ ആ ഗുണ്ടേനെ അവൻ പൂശിക്കളഞ്ഞു. ഇനി റിപ്പോർട്ട് ചെയ്തിട്ടാണോ അവൻ എന്നെ കൂടി പോളാൻ. അവനെ ഒന്നേ അറിഞ്ഞു വെക്കുന്നത് നല്ലതാ. നാളെ നിങ്ങൾക്കും പണി കിട്ടരുതല്ല. ആ റിപ്പോർട്ട് എന്നേക്ക് സബ്മിറ്റ് ചെയ്യണം. നിന്നെ തന്നെ നിങ്ങളെന്താ പ്രേമിച്ചെടുക്ക? നിന്നെ കണ്ടാലറിയാ നീ ഒരു കോഴിയാണെന്ന്. എന്റെ അളിയന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണ അല്ലേ? എന്റെ അളിയൻ വലിച്ചു വലിച്ച് കേരളത്തിലെ ഓക്സിജൻ തീരുന്ന തോന്നണത്. നിനക്കൊന്നും അറിയില്ല തന്നെ. അമ്മേ. മോനെ മര്യാദക്കില്ലെങ്കിൽ അടിച്ച് മോന്ത ഞാൻ പൊളിച്ചു കളയും. ഇല്ല സാറേ. എന്താ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല സാർ. ഒന്നുമില്ല. കൂൾ, ബി കൂൾ. എനിക്കറിയാം മൈക്കിൾ ഈ ഹോസ്പിറ്റൽ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്ന്. എന്നോട് വിരോധമൊന്നുമില്ലല്ലോ അല്ലേ? അയ്യോ എന്തിനാണ് സാർ? ശരിയാ, എന്തിനാ വിരോധം അല്ലേ? ആ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അതാ. എന്നെ മനസ്സിലായോ? ജെറാഡിന്റെ കൊച്ചച്ഛനാ. മോളുറങ്ങുന്നത് കാണാൻ മൊയിലുറങ്ങുന്ന പോലെ ഉണ്ട്. കടന്നു. എന്താ എന്താ കാര്യം? തീട്ടം പരിശോധിക്കാൻ വന്ന. എവിടെ ഡോക്ടർ? അത് വയറ്റിലുള്ള തീട്ടത്തിന്റെ ബലത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോണേ. ഒരു ദിവസം തൂറ്റൽ പിടിച്ച തീർന്നു അല്ല ഡോക്ടർ? ആ ആന്റണി ചാ, കൊച്ചിന്റെ കൂടെ ഇരിക്കണ്ടേ? കഴുകന്മാര് വട്ടം വിട്ട് പറക്കാണ്. മോളുറങ്ങിക്കോ. മൈക്കിൾ ജോൺ. അപ്പൻ്റെ പേര് കൂട്ടി വിളിക്കുമ്പോഴാണ് ഒരു പഞ്ച്. സോറി, കൂട്ടി വിളിക്കാൻ നിന്റെ തന്തയുടെ പേര് എനിക്കറിയില്ല. മിസ്റ്റർ മാക്കോ, നിങ്ങളെ ഞാൻ കസ്റ്റഡിയിലെടുക്കുന്നു. മൊഴിയുണ്ട്, എബ്രഹാമിനെ കൊന്നത് നീയാണ്. സോ എനിക്കത് മതി.